എല്ലാ മാന്യ പ്രേക്ഷകർക്കും ക്രിസ്മസ് സ്പെഷ്യൽ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ മ്യൂസിക്കൽ വൈഫ് മഹാസംഗമത്തിലേക്ക് സ്വാഗതം. അപ്പൊ പ്രേക്ഷകരെ, നിങ്ങൾക്ക് പലർക്കും ഡൗട്ട് ഉണ്ടാവും, എന്താണ് ഈ മഹാസംഗമം? ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. നമ്മൾ ഈ സിനിമകളിലൊക്കെ കേട്ടിട്ടില്ലേ, സിനിമാറ്റിക് യൂണിവേഴ്സ്, ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സ് എന്നൊക്കെ. അതേപോലെ ഒരു യൂണിവേഴ്സ് ആണ് ഇന്ന് ഈ വേദിയിൽ നടക്കാൻ പോകുന്നത്. അപ്പൊ എന്തായാലും ഈ ക്രിസ്മസ് ദിനത്തിൽ ഫ്ലവേഴ്സ് നമ്മുടെ ഈ ടെലിവിഷൻ റിയാലിറ്റി ഷോ ചരിത്രത്തിൽ ആദ്യമായി അവതരിപ്പിക്കുന്നു ഒരു മ്യൂസിക്കൽ യൂണിവേഴ്സ്, അതായത് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ മ്യൂസിക്കൽ വൈഫ് മഹാസംഗമം. എനിക്കൊരു കൂട്ടാളി വേണം. അപ്പൊ ഒരുപാട് സ്നേഹം നടിച്ച് ഞാൻ സ്വാഗതം ചെയ്യുന്നു മീനാക്ഷി. എന്താ? ഹായ് ചേച്ചി. ഹായ് ഹായ്. ഹലോ ഹലോ. ചേച്ചി എന്താ ഇവിടെ? മീനാക്ഷി എന്താ ഇവിടെ? എന്നല്ലേ വിളിച്ചേ? അല്ല, എന്നല്ലേ വിളിച്ചേ? കൂട്ടാളി. അതായത് മീനാക്ഷി, മീനാക്ഷിനെയാണ് വിളിച്ചത്. അതെ, എന്നെ ആരെ വിളിച്ചേ? അല്ല, മീനുട്ടിനെയാണ് വിളിച്ചത്. ഉള്ളില് മീനുട്ടി ഉണ്ടായിരുന്നു. പിന്നെന്താ പുറത്ത് മീനാക്ഷി. കൺഫ്യൂഷൻ? ഈ സ്നേഹം നടിച്ച് വിളിച്ചു എന്ന് പറയുമ്പോ ആരെയാ വിളിച്ചത്? അല്ല, സ്നേഹം നടിച്ച് സ്നേഹം അഭിനയിക്കാലോ. രേജേട്ടൻ അഭിനയിക്കുന്നുണ്ട്, പക്ഷെ അതല്ല ഞാൻ ചോദിച്ചത്. അല്ല, ഇപ്പൊ നിങ്ങൾ ഇവിടെ ആരെയാ രണ്ടാളും വിളിച്ചത്? ഒരുമിച്ച് കയറി വന്നു. ഓരോരുത്തർക്ക് ഞാനൊരു വെൽക്കം തന്നേനല്ലോ. ഞങ്ങളുടെ പേര് വിളിച്ചപ്പോഴല്ലേ ഞങ്ങൾക്ക് വരാൻ പറ്റുള്ളൂ. അപ്പൊ രേജേട്ടൻ എന്തിനാണ് ഞങ്ങൾ ഒന്നിച്ച് വിളിച്ചത്? ഏത് മീനാക്ഷിയാണെന്ന് ഇപ്പൊ കൺഫ്യൂഷൻ. അതെ, രണ്ടിലൊന്ന് സെലക്ട് ചെയ്യൂ പ്ലീസ്. അതെ, ഇപ്പൊ ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ. അതെ, ഓഫ് കോഴ്സ്. ഈ കൈ തന്നെ, ഈ കൈ തന്നെ. നമുക്ക് മൂന്നാൾക്ക് ഒരുമിച്ച് പരിപാടി അവതരിപ്പിച്ച പോലെ ഉറപ്പാണോ? ഉറപ്പാ. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ടോപ്പ് സിംഗറിലായാലും മ്യൂസിക്കൽ വൈഫിലായാലും ഡെയിന്റെ സാന്നിധ്യം അന്നും ഇന്നും എന്നും ഉണ്ട്. അല്ല, അതിനൊരു കാര്യമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാ, ഈ ഇടയ്ക്കിടയ്ക്ക് മ്യൂസിക്കൽ വൈഫ്, ഇടയ്ക്കിടയ്ക്ക് ടോപ്പ് ഒരു കാല് മാറുന്ന ആളായിട്ട് ചേച്ചിക്ക് തോന്നി. അതെ, അവിടെ ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. അവരെ വിശ്വസിക്കുകയേ ചെയ്യരുത്. കഴിവുള്ള ആൾക്കാരെ അങ്ങനെ പലയിടത്തും കാണാൻ പറ്റും. കഴിവില്ലാത്തവർ ഇങ്ങനെ വെള്ളാട്ട പോക്കണ്ട പോലെ ഡ്രസ്സ് ഇട്ടിട്ട് ഇങ്ങനെ ചലിച്ചോണ്ടിരിക്കും. കഴിവില്ലാത്തവരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടി കളിച്ചോണ്ടിരിക്കും. കാരണം അവിടുന്ന് പുറത്താക്കുമ്പോ വേറെ ഏതെങ്കിലും ഒരു സ്ഥലം കിട്ടുന്നുണ്ടല്ലോ. അതെ, ഞാനിവിടെ അതെ 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 മീനാക്ഷി, മീനുട്ടി, അലമ്പില്ലാതെ ഇന്നിപ്പോ ഒരു ക്രിസ്മസ് ദിനമാണ്, നല്ലൊരു ദിവസമാണ്, നമ്മൾ ഉദ്ദേശിച്ച് ജനിച്ച ദിവസമാണ്. അപ്പൊ നല്ല സന്തോഷത്തിൽ വേണം നമുക്ക് പരിപാടി അവതരിപ്പിക്കാൻ. തൊപ്പിയൊക്കെ ഇട്ടിരിക്കുന്ന ആൾക്കാരെ നോക്കിയാൽ നമ്മുടെ സ്വന്തം ചേട്ടൻ ക്രിസ്മസിനെ പറ്റി ഒരു 2 വാക്ക് പറഞ്ഞിട്ട് നമുക്ക് ഐശ്വര്യമായിട്ടാണ് തുടങ്ങാം. അത് നല്ലൊരു തീരുമാനമായിരിക്കും. ഓക്കെ, എന്തായാലും നിങ്ങളുടെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ ഞാൻ 2 വാക്ക് ക്രിസ്മസിനെ പറ്റി സംസാരിക്കാം. ചേച്ചി, അതെ, ഞാൻ കുറച്ച് മുമ്പോട്ട് കേറിക്കട്ടെ. നിന്നോ. കേറി നിന്നോളൂ. 2 മാർക്കിൽ കവിയാതെ ഒന്ന് മിണ്ടാതിരി, ഞാൻ പറഞ്ഞോളാം. മാന്യ സദസ്സിന് വന്നിട്ട് ഓക്കെ. ഇന്ന് ഡിസംബർ 25 ജീസസ് ക്രൈസ്റ്റ് ജനിച്ച ദിവസമാണ്. അപ്പൊ ക്രിസ്മസിനെ പറ്റി ഞാൻ ഇനി എന്തിനു കൂടുതൽ പറയണത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളല്ലേ. ക്രിസ്മസ് എന്ന് പറയുന്നത് സൈഡിൽ നിന്ന് ചലാന്ന് ഇങ്ങനെ സംസാരിക്കില്ലേ, കുറച്ച് മര്യാദ, കുറച്ച് ഡീസന്റ് ആവൂ. രണ്ടുപേരും ഒന്ന് നേരെ നിന്ന് കൈയൊക്കെ കെട്ടി. ഓക്കെ, ക്രിസ്മസ്. അപ്പൊ ഏവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. ഞാൻ ഇനി കൂടുതൽ സംസാരിച്ച് കൊള്ളാക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞോടെ. ഞങ്ങള് പഠിച്ച് കഷ്ടപ്പെട്ട് അതെ, രണ്ടുപേരുടെയും പേര് മീനാക്ഷിയാന്ന് വിചാരിച്ച് ഒരുമിച്ച് നിൽക്കാനാണ് രണ്ടുപേരും ഭാവന. എന്നെ ഒതുക്കാനാണ് നിങ്ങളുടെ പ്ലാനെങ്കിൽ എനിക്ക് കുറച്ച് പേരെ ഇറക്കേണ്ടി വരും. എന്റെ ഔസേപ്പച്ചൻ സാർ, എന്റെ മധുചേട്ടൻ, എന്റെ ആര്യ, എന്റെ രഞ്ജിനി ചേച്ചി, അങ്ങനെ പലരും എനിക്ക് വേണ്ടി ഇറക്കേണ്ടി വരും. ഞാൻ ഇതൊക്കെ എന്തേന്ന് പറഞ്ഞോണ്ട് അവർ ഡേഞ്ചന്റ് ആവോ? എനിക്ക് വേണ്ടി സംസാരിക്കാൻ വേണോ മീനാട്ടി? വേണോ മീനുട്ടി? വേണോ? ഞാൻ പറഞ്ഞില്ലേ, എന്റെ എല്ലാമായ 4 പേരെ ഇറക്കും ഞാൻ. ഇത്ര കഷ്ടപ്പെട്ടതെല്ലാം കഷ്ടപ്പാടല്ലേ, ഇറ്റ്സ് എ പാർട്ട് ഓഫ് മൈ ജോബ്. ഞാൻ രണ്ടുപേർക്കും ഓരോ ജോലി ഏൽപ്പിക്കും. അതിന്റെ കാര്യം തന്നെ പറയുന്നത്. മീനാക്ഷി നല്ല വ്യക്തമായിട്ട് ബ്രാൻഡിങ് പറയുന്ന ആളായതുകൊണ്ട് ആ ജോലി ഞാൻ മീനാക്ഷി ഏൽപ്പിക്കുകയാണ്. മീനൂട്ടി നല്ല വ്യക്തമായിട്ട് നമ്മുടെ ജഡ്ജസിനെ സ്വാഗതം ചെയ്യേണ്ട ഒരാളായതുകൊണ്ട് ആ ജോലി ഞാൻ മീനൂട്ടി ഏൽപ്പിക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും നോക്കി ഞാൻ ഇവിടെ നിന്നോളാം. അതാണ് എന്റെ ജോലി. ഇന്ന് ക്രിസ്മസ് സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാരും ശരിക്കും എൻജോയ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. കാരണം ഈ സെറ്റ് മൊത്തത്തിലൊരു ക്രിസ്മസ് അപ്പൂപ്പന്റെയും കൂടെ കുറവുണ്ട്, പക്ഷെ വലിയ വരും.
ക്രിസ്മസ് അപ്പം വരുന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ ജഡ്ജസിനെ എല്ലാവരെയും വെൽക്കം ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ മ്യൂസിക്കൽ വൈഫ് തുടങ്ങിയപ്പം ടോപ്പ് സിംഗർ വന്ന് നമ്മുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും പറഞ്ഞ് ഇവിടുന്ന് പോയ ഒരാളെ പിന്നെ നമുക്ക് ഇപ്പോഴാണ് തിരിച്ചു കിട്ടുന്നത്. ഔസേപ്പ് ബച്ചൻ സർ, വെൽക്കം. എന്തോ നല്ല രസമുണ്ടായിരുന്നു. താങ്ക് യു. ഇപ്പൊ തോന്നിയ ഒരു കാര്യമാണ്. ഇപ്പൊ ജസ്റ്റ് ഒരു സെക്കൻഡ് മുമ്പ് എന്നാ എനിക്ക് എന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലം ഓർമ്മ വന്നു. അതെന്താ അങ്ങനെ തോന്നാൻ ഇപ്പൊ കാരണം? ഞാൻ പണ്ട് 55 കൊല്ലം മുമ്പ് ജിംഗിൾ ബെൽസ് പള്ളിയിലൊക്കെ വായിക്കാറുണ്ട് ക്രിസ്മസിന്. അതിനുശേഷം ഇന്ന് ഫ്ലവേഴ്സിലൂടെയാണ് ഇപ്പൊ വായിക്കുന്നത്. കുഞ്ഞു കുട്ടിപ്പട്ടാളങ്ങളുടെ അയ്യോ അത് മാത്രമേ വ്യത്യാസമുള്ളൂ. ഇവരൊക്കെ കളർഫുൾ ആണ്. നമ്മുടെ പ്രേക്ഷകർ നമ്മുടെ ടോപ്പ് സിംഗറിനെയും മ്യൂസിക്കൽ വൈഫിനെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട്. പിന്നെ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കമ്പൈൻ എപ്പിസോഡ് വന്നത് അതെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി. അപ്പൊ എന്തായാലും നമ്മൾ ജയിച്ച് തൊപ്പിട്ടിരിക്കുകയാണ് എല്ലാവരും. നമ്മുടെ ഓർക്കസ്ട്ര അതുപോലെ തന്നെയാണ്. ശരിക്കും ക്രിസ്മസ് അപ്പൂപ്പന്മാരെ പോലെ എന്തൊരു പ്ലേയിങ് ആണെന്നറിയോ. അതെ അതെ, വണ്ടർഫുൾ. അതുകൊണ്ട് അവര് വായിച്ചിട്ടാണ് തൊപ്പിയിടുന്നത്. നന്നായിട്ട് വായിച്ചിട്ട് തൊപ്പിയിട്ടു. നമ്മുടെ ടോപ്പ് ബാൻഡ് ഹാപ്പി ക്രിസ്മസ്. ഇനി നമ്മുടെ എല്ലാമായിട്ടുള്ള 3 പേരാണ് വരുന്നത്. അവരെ നമ്മൾ ജഡ്ജസ് എന്ന് പോലും പറയാറില്ല. കാരണം നമ്മുടെ പാട്ടുകാരുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരായിട്ടുള്ള 3 ആൾക്കാരാണ് ഇന്ന് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട്. അതെ, ഇന്നതില്ല. ഇന്ന് കോമ്പറ്റീഷൻസ് ഒന്നും ഇല്ല. അവര് എൻജോയ് ചെയ്യാൻ പോവാണ്. എല്ലാരും കൂടെ ഒരുമിച്ച് എൻജോയ് ചെയ്യാം. ഉറപ്പല്ലേ ഞങ്ങളെ? പിന്നെ മാർക്കൊന്നും ഇല്ലല്ലോ. ഒരു മാർക്ക് പേപ്പറിൽ മാർക്ക് ഉണ്ടാവില്ല. പേടിക്കണ്ട, ഉള്ളിലുണ്ടാവും. ഇതിനൊക്കെ എപ്പിസോഡ് വരുമ്പോ ഞങ്ങൾ അതെ, ആരെങ്കിലും ഒരാൾ ഒരു സൈഡിൽ നിന്ന് പറയൂട്ടോ. എനിക്ക് എന്റെ തല വേദന എടുക്കുന്നുണ്ട്. ഒരു ബെൽറ്റ് വാങ്ങാം നമുക്ക് പഠിത്ത്. പക്ഷേ ഇനി നമ്മൾ 3 പേരെ വെൽക്കം ചെയ്യാൻ പോവാണ്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആര്യ ചേച്ചി, മധു അങ്കിൾ ആൻഡ് രഞ്ജിനി ചേച്ചി, വെൽക്കം. കാലിത്തൊഴുത്തിൽ കാരുണ്യരൂപമായി ഭൂജാതനായവനേ, കഥനത്തിൻ തീരാ കൂരിരുൾ മാറ്റി വെളിച്ചം പകർന്നവനേ. കാലിത്തൊഴുത്തിൽ കാരുണ്യരൂപമായി ഭൂജാതനായവനേ, കഥനത്തിൻ തീരാ കൂരിരുൾ മാറ്റി വെളിച്ചം പകർന്നവനേ. നിന്ദിവ്യരൂപം തെളിയുന്ന നേരം നിറയുന്നു മനസ്സിലാനന്ദം, നിറയുന്നു മനസ്സിലാനന്ദം. കാലിത്തൊഴുത്തിൽ കാരുണ്യരൂപമായി ഭൂജാതനായവനേ, കരണത്തിൻ തീരാ കൂരിരുൾ മാറ്റി വെളിച്ചം പകർന്നവരേ. അതിഗംഭീര കരോളോടുകൂടി നമ്മുടെ പ്രിയപ്പെട്ട 3 ജഡ്ജസ് ഈ വേദിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. നമ്മുടെ കുട്ടിപ്പാട്ടുകാരുടെ കൂട്ടുകാർ, അല്ലെങ്കിൽ പാട്ടുകാരുടെ കൂട്ടുകാർ. എന്താ പറഞ്ഞിട്ട് കളറ് തലയില്? ഒരു ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പൊ ഡ്രസ്സിലോ റെഡ് ഇല്ല, എന്നാ പിന്നെ തലയിലെങ്കിലും റെഡ് ആവട്ടെ. ചോദിച്ചോട്ടോ, ഇതെന്താ പറങ്ങാണ്ടി കളർ തലയില്? പറങ്ങാൻ
ആരാ നീയാണത് പറഞ്ഞേ? അത് ഞാൻ അങ്ങനെ ഒരു പറയൂ. ക്രിസ്മസ് ആയിട്ട് നിനക്ക് നല്ല വാക്കുകളൊക്കെ നല്ല ഉപയോഗിച്ചു. കളറല്ലേ? എന്താ അവൻ പറഞ്ഞ പറങ്ങാണ്ടിന്നല്ലേ അല്ല, ബർഗാണ്ടി. അങ്ങനെയാ പറഞ്ഞത് സാറിന് എന്താ പറയാനുള്ളതിനെ കുറിച്ച്? കൊല്ലൂരുകാരനല്ലേ സാറ് പറയൂ. ഞാൻ അവനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. അല്ല വെഞ്ചി ചേച്ചി ഡേഞ്ചറും ബർഗണ്ടി തന്നെ ഉദ്ദേശിച്ചത്, പക്ഷെ അതിന്റെ പേര് മറ്റതാണെന്ന് ഓ ധരിച്ചു ബർഗണ്ടി എന്നാണ് പറഞ്ഞത്. പറഞ്ഞു വന്നപ്പോ പറഞ്ഞാണ്ടിന്നായി പറയാൻ പുറത്ത് പറ്റില്ല. നിന്നിട്ട് മനസ്സിലായില്ലേ? ബർഗണ്ടി പറങ്ങാണ്ടി. കളറിന്റെ Okay. വന്നു പോയി. ഓക്കെ, അപ്പൊ നമുക്ക് തമാശകളൊക്കെ മാറ്റി വെക്കാം. മധുചേട്ടാ, എന്തോ നല്ല റെഡും വൈറ്റും ഒക്കെ ഇട്ട് വന്നിരിക്കുന്നു. എന്നോട് അങ്ങനെ പറഞ്ഞത്. ഓക്കെ, എന്തായാലും ഈ മഹാസംഗമം, അതെ, നമ്മുടെ ടോപ്പ് സിംഗറും മ്യൂസിക്കൽ വൈഫും ചേർന്നുള്ള ഈ സംഗമം, അത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രത്യേക അനുഭവമായിരിക്കും നമ്മുടെ പ്രേക്ഷകർക്ക്, തീർച്ചയായിട്ടും. അല്ലേ? Red bulb. എങ്ങനെയുണ്ട്? അതെ, റെഡ് ബൾബ്. എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത് നമ്മുടെ കല്യാണം പ്രോഗ്രാമിനെ കഴിഞ്ഞിട്ടുള്ള പറ്റി? ആദ്യത്തെ കല്യാണം മഹാസംഗമം. കഴിഞ്ഞുള്ള ആദ്യത്തെ ക്രിസ്മസ് ആണ്. എനിക്ക് കേക്ക് കിട്ടിയാൽ മതി, വേറെ ഒരു പ്രശ്നം എനിക്കില്ല. കേക്ക് കിട്ടിയാൽ മതി, ചോക്ലേറ്റ് കേക്ക് ഇവിടെ എത്തണം, വേറെ ഒരു കുഴപ്പമില്ല. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ക്രിസ്മസിന് പ്ലം കേക്ക് അത് പറ്റില്ല, ക്രീം വേണം. ഓക്കെ, പ്ലം വേണമെങ്കിൽ അകത്തായിക്കോട്ടെ, പുറത്ത് ക്രീം വേണം. ക്രീം വേണം. അതെ. രഞ്ജന ചേച്ചി, ക്രിസ്മസ് ക്രിസ്മസിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടില് ഇരുന്ന കാലം കുറവാണ്. ഈ പറഞ്ഞ പോലെ പ്രോഗ്രാംസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ. പക്ഷെ വീട്ടിൽ എന്തൊക്കെ പറഞ്ഞാലും ക്രിബും ട്രീ ഒക്കെ വെക്കാനായിട്ട് മാക്സിമം നോക്കും. അമ്മയച്ഛനും ഞാനും ഞങ്ങള് ഷോ ഒന്നും ഇല്ലെങ്കിൽ ക്രിസ്മസ് വീട്ടിൽ തന്നെ ഊണ് കഴിക്കാനാണ് ഇഷ്ടം അവരുടെ കൂടെ. പിന്നെ ഇപ്രാവശ്യത്തെ ക്രിസ്മസ് ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന എൻ്റെ കോവർക്കേഴ്സ്, സാറിനെ കോവർക്കർ എന്നൊന്നും പറയാൻ പറ്റൂല, സാറ് പ്രോഡിജി, ഞങ്ങളുടെയൊക്കെ ഈ പറഞ്ഞ പോലെ ഗുരുസ്ഥാനീയനായ മെന്റർ ഔസേപ്പച്ചൻ സാറിന്റെ കൂടെ നിൽക്കാൻ പറ്റിയ ഒരുപാട് ഒരു മുതിർന്ന വ്യക്തി എന്ന് വിചാരിച്ചാൽ മതി. ഇല്ല സാർ അത്ര മുതിർന്നിട്ടൊന്നുമില്ല. അതെ. മീനാക്ഷി മുതിർന്നോ? ഏയ് ഇല്ല, അതല്ല നമ്മൾ എപ്പോഴും ചക്കുരി മുറ്റം ആവയാന്ന് ഇവിടെ പറയില്ലേ? അപ്പോ നമ്മുടെ പ്രിയപ്പെട്ട ചക്കുടു ഔസേപ്പച്ചൻ സാറിന്റെ കൂടെയും മധുചേട്ടന്റെ കൂടെയും, മധുചേട്ടനെ ഇപ്പൊ എത്ര കൊല്ലമായി? കൊറേ കൊല്ലമായി. പിന്നെ ആര്യ, ഞങ്ങളുടെ എൻറ്റയർ ഇതിലെ ഏറ്റവും പുതിയ എഡിഷൻ ആണ് ആര്യ. അപ്പൊ ആര്യക്കുട്ടിയുടെ കൂടെയും, പിന്നെ മീനൂട്ടി, മീനാക്ഷി, എന്റെ പ്രിയപ്പെട്ട ഡെയിൻ. അതെന്താ ചേച്ചി അവിടെ ഒരു സോഫ്റ്റ് കോർണർ? അവനെ ഇടയ്ക്കിടയ്ക്ക് സോപ്പിട്ട് നിർത്തേണ്ട ഇതിന് കാര്യമുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയോ? ഇത് ചെയ്യാൻ ഷോ ഹിറ്റ് ആക്കണമെങ്കിൽ ഡെയിന്റെ കാൽ പതിയണം എല്ലാവരും. അല്ല 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 അല്ല, ഡെയിന്റെ മാത്രം കാൽ പതിഞ്ഞാ പോരാ, ഡെയിന്റെ മേത്ത് ആരുടെങ്കിലും കാൽ പതിയണം. അല്ല, അതിന് വേണമെങ്കിൽ നമുക്കിപ്പോ ഒരു അവസരം ഉണ്ടാക്കാം. വേണ്ട, ടോപ്പ് സിംഗറും മ്യൂസിക്കൽ വൈഫും കൂടെ ചേർന്ന ഒരു മഹാസംഗമം ആവുമ്പോ മ്യൂസിക്കൽ വൈഫ്സ് എവിടെ? വരും ഓൺ ദ വേ. അവരെ വിളിക്കൂ. വേർ ആർ ദ മ്യൂസിക്കൽ വൈഫ്സ്? എവിടെ? വേർ ആർ ദ മ്യൂസിക്കൽ വൈഫ്സ്? പ്ലീസ് വെൽക്കം ദം ഓൺ സ്റ്റേജ്. താഴെ ആട്ടിയിടയ അശരീരി നാദം ശ്രമിച്ചു ആമോദരായി നിന്ന് ദൈവത്തെ പാടി സ്തുതിച്ചു. ഇന്നു താഴെ ആട്ടിയിടയ അശരീരി നാദം ശ്രമിച്ചു ആമോദരായി. മ്യൂസിക്കൽ യൂണിവേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ആരും ഇത്ര പ്രതീക്ഷ കാണില്ലല്ലോ. അപ്പോ നമ്മൾ എല്ലാവരും ഒത്തുകൂടിയിരിക്കുകയാണ്. നമുക്ക് അടിച്ചു പൊളിക്കാം. അപ്പൊ നമുക്ക് ആദ്യ പെർഫോമൻസിലോട്ട് നമ്മൾ കടക്കാം. ജഡ്ജസ്, നമുക്ക് നമ്മുടെ സീറ്റിലേക്ക് വന്നിരിക്കാൻ നിങ്ങളെ കാത്ത് അവിടെ 4 ചെയറുകൾ ഇങ്ങനെ ഇരിക്കുകയാണ്. നിങ്ങൾക്ക് അവിടെ നിന്ന് വെറുതെ പെർഫോമൻസ് ആസ്വദിച്ചാൽ മതി. മഞ്ഞിൽ പൊതിഞ്ഞ ടെൻഷൻ ഫ്രീ. അതെ, അപ്പൊ 4 പേരും അങ്ങോട്ടേക്ക് പോയിക്കോളൂ. സന്തോഷായില്ലേ? കേക്കും വൈനൊക്കെ അവിടെ കേക്ക് എന്തായാലും എത്തണം. അതെ, സമയാസമയം. താങ്ക് യു. അപ്പൊ ഇനി നമുക്ക് മ്യൂസിക്കൽ വൈഫ് എന്ന ഒരാളെയും ടോപ്പ് സിംഗർ എന്ന ഒരാളെയും വിളിക്കാം. ഒരു ക്രിസ്മസ് വൈബ് പാട്ടാണ് വരുന്നത്. ഓക്കെ, ആരാണ് ടോപ്പ് സിംഗർ എന്ന് വരുന്നത്? മീനുട്ടി. ടോപ്പ് സിംഗറിന് ക്രിസ്മസ് വൈബിന് പറ്റിയ ഒരാളാ വരാൻ പോകുന്നത്. അല്ലെങ്കിൽ തന്നെ ഈ വരാൻ പോകുന്ന ആളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം പള്ളി സിസ്റ്റർമാർ അങ്ങനെയൊക്കെ നമുക്ക് ഓർമ്മ വരും. കാരണം മൊത്തം അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരാളാ വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അവന്റെ ക്രിസ്മസും ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കും. വേറെ ആരുമല്ല, പറയുമ്പോ തന്നെ നമ്മുടെ ടോപ്പ് സിംഗർ സ്ഥിരം പ്രേക്ഷകർക്കൊക്കെ മനസ്സിൽ വരുന്ന നമ്മുടെ സാം കുട്ടനാണ് ടോപ്പ് സിംഗറുടെ സൈഡിൽ നിന്ന് വരുന്നത്. ഒപ്പം സ്വാഗതം ചെയ്യാം നിസരി. അതെ,
തുറക്കൂ നീ കാലമേ കണ്ടോട്ടെ സ്നേഹസ്വരൂപനേ കുരിശിൽ പുളയുന്ന നേരത്തും ഞങ്ങൾക്കായി പ്രാർത്ഥിച്ച യേശു മഹേശനേ വാതിൽ തുറക്കൂ നീ കാലമേ കണ്ടോട്ടെ സ്നേഹസ്വരൂപനേ കുരിശിൽ പുളയുന്ന നേരത്തും ഞങ്ങൾക്കായി പ്രാർത്ഥിച്ച യേശു മഹേശനേ വാതിൽ തുറക്കൂ നീ കാലമേ അബ്രഹാം പുത്രനാം ഇസ്ഹാക്കിൻ വംശീയവല്ലിയിൽ മുട്ടിട്ട പൊൻപൂവേ അബ്രഹാം പുത്രനാം ഇസ്ഹാക്കിൻ വംശീയവല്ലിയിൽ മുട്ടിട്ട പൊൻപൂവേ കണ്ണീരിലാഴുമ്പോൾ കൈനീട്ടരേണമേ കടലിനുമീതെ നടന്നവനേ വാതിൽ തുറക്കൂ നീ കാലമേ മരണസമയത്തിൻ നീ തളർന്നിടുമ്പോൾ അരികിൽ നീ വന്നണയണമേ മരണസമയത്തിൻ നീ തളർന്നിടുമ്പോൾ അരികിൽ നീ വന്നണയണമേ തൃക്കൈകളാൽ എൻ്റെ ജീവനെടുത്തു നീ റൂഹായ ഖുദ്സിൽ ചേർക്കണമേ വാതിൽ തുറക്കൂ നീ കാലമേ കണ്ടോട്ടെ സ്നേഹസ്വരൂപനേ കുരിശിൽ പുളയുന്ന നേരത്തും ഞങ്ങൾക്കായി പ്രാർത്ഥിച്ച യേശു മഹേശനേ വാതിൽ തുറക്കൂ നീ കാലമേ അങ്ങനെ ടോപ്പ് സിംഗറിൽ നിന്ന് സാംകുട്ടനും നമ്മുടെ മ്യൂസിക്കൽ വൈഫിൽ നിന്ന് നിസരിയും വന്ന് കസറി. ഇന്ന് എന്ത് പറ്റി ഇവന്? എന്താ അതുമില്ലാതൊരു ഉന്മേഷം. അതെ, നിസരിയും വന്ന് കസറി മ്യൂസിക്കൽ വൈഫിലാണ് പറയുന്നത് എങ്കിൽ ഏത് വഴി പോയി എന്ന് ചോദിച്ചാ അതെ ഒരു കൈയകലത്തിൽ നിൽക്കുന്നോണ്ട് രക്ഷപ്പെട്ടു കേട്ടോ. എനിക്ക് ഈ എപ്പിസോഡ് കഴിയുമ്പോ കോസ്റ്റ്യൂം തരണേ. കോസ്റ്റ്യൂം എന്തിനാ? കോസ്റ്റ്യൂം ഞങ്ങളുടെ അവിടെ ഒരു കരവളറക്കാനാ. ഈ അടുത്ത എപ്പിസോഡ് നിനക്കിടാൻ വേണ്ടിട്ടാണോന്ന് അറിയാനായിട്ട് അല്ലല്ലല്ല. കൊള്ളു അതിന്റെ അകത്തേ. എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മുടെ ടോപ്പ് സിംഗർ ഒരാളുണ്ട്, നമ്മുടെ മ്യൂസിക്കൽ വൈഫിൽ ഒരാളുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തില്? നിസരിയുടെ പാട്ട് നമ്മൾ പിന്നെ കേൾക്കുന്നതാണ്, അത് കാരണം അറിയാം. പക്ഷെ സാം എന്തായിരുന്നു, എനിക്ക് പിച്ച് പെർഫെക്റ്റ് ആയിട്ട് മോൻ പാടിയെന്ന് മാത്രമല്ല ആക്ഷനും എക്സ്പ്രഷനും മാത്രമല്ല. നിസരി എന്ന് പറയുന്നത് ഒരു ഗ്രോൺ അഡൾട്ട് ആണ്. ആളുടെ
ഒപ്പത്തിനൊപ്പം നിന്ന് ഇത്ര മനോഹരമായിട്ട് ഡുവറ്റ് പാടി എന്നുള്ളതാണ്. താങ്ക് യു ചേച്ചി. അസലായി പാടിട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഐ എം വെരി പ്രൗഡ് ടു ബി ഹിയർ. മോന്റെ പാട്ട് കേട്ടെ ഒത്തിരി സന്തോഷം കേട്ടോ. താങ്ക് യു മെരി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. മെരി ക്രിസ്മസ് നിസരി. ഹാപ്പി ക്രിസ്മസ്. കഴിഞ്ഞ സീസൺ ടോപ്പ് സിംഗർ ആയാലും ശരി, മ്യൂസിക്കൽ വൈഫ് മ്യൂസിക്കൽ ആണെങ്കിലും വൈഫ് ശരി. ആയാലും ശരി, ഞാനൊരു കുമ്പിടിയായിരുന്നു. അവിടെയും ഇവിടെയും ഉണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ ഞാൻ ടോപ്പ് സിംഗറിൽ മാത്രമാണ്. വെറും പിടിയോ. രഞ്ജനി പറയാ വെറും പിടിയായി ഇന്നിപ്പോ. അപ്പോൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ നമ്മുടെ സാം കുട്ടൻ കരുണാമയനെ എന്നുള്ള പാട്ട് പാടി. അതൊരു ഭക്തിഗാനം, മധുരമഴ പെയ്ച്ചു എന്ന് ടോപ്പ് സ്കോറർ ആയിരുന്നു. മധുരമഴ പെയ്ച്ചു ആദ്യത്തെ 100 ആയിരുന്നു അല്ലേ? അപ്പൊ ആ കരുണാമയനെ പാടിയപ്പോ കിട്ടിയ ആ ഒരു ഫീൽ, ഒരു ഡിവോഷണൽ ഫീൽ, ആ ഭക്തിമയം, ആ ഭക്തിരസം, അത് ഇന്ന് പാടിയപ്പോഴും ഉണ്ടായിരുന്നു. പിന്നെ നിസരി കൊള്ളാം. താങ്ക് യു സർ. വളരെ വളരെ സന്തോഷം. നന്നായിട്ടുണ്ട് പാടിയത്, സൂപ്പർ ആയിട്ട്. താങ്ക് യു സർ. താങ്ക് യു. വെരി ഗുഡ്. മനുഷ്യേട്ടാ, എന്തായാലും നമ്മള് ക്രിസ്മസ് ഗിഫ്റ്റ് ആയിട്ട് ഇപ്പൊ ഒന്നും നമ്മളിപ്പോ കൊടുത്തില്ലല്ലോ. ആ. അപ്പൊ ഒരു വിഷ് ആയിട്ട് കൊടുത്താലോ? ഇപ്പൊ പുതിയ വർഷം വരുവാണ്. ആ. രണ്ടുപേരും ഇപ്പൊ റിയാലിറ്റി ഷോയിൽ വന്ന് ജനഹൃദയങ്ങൾ കീഴടക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പൊ അതെ. രണ്ടുപേർക്കും ഒരു വിഷ്. സാമിന് ഈ ക്രിസ്മസ് മുതൽ അടുത്ത ക്രിസ്മസിനുള്ളിൽ പല ആൽബങ്ങളിൽ പാടാനുള്ള അവസരം ഉണ്ടാവട്ടെ, താങ്ക് യു സർ. സിനിമയിൽ പാടാനുള്ള അവസരം ഉണ്ടാവട്ടെ. പിന്നെ സിനിമ നടനാവണം എന്നുള്ളൊരു ആഗ്രഹം ആ മനസ്സിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് അല്ലേ? ഉണ്ടോ? അപ്പോ ആ ഒരു ആഗ്രഹം കൂടി നടക്കട്ടെ, അതും സാധിക്കട്ടെ. നിസരിയുടെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കാൻ സാധിക്കട്ടെ ഈ ക്രിസ്മസ് മുതൽ അടുത്ത ക്രിസ്മസിനുള്ളിൽ. പിന്നെ അടുത്ത ക്രിസ്മസ് കഴിയുമ്പോൾ ആ സമയത്ത് ഞാൻ പറയാം. അപ്പൊ എന്തായാലും നിസരിക്കും അനേകം സിനിമകളിൽ പാടാൻ സാധിക്കട്ടെ, ഇതുപോലെ ആൽബങ്ങളിൽ പാടാൻ സാധിക്കട്ടെ. കുടുംബത്തിൽ ശാന്തിയും സമാധാനം ഐശ്വര്യവും എല്ലാം ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, അപ്പൊ ഗംഭീര ഗിഫ്റ്റ് ആണ് കിട്ടിയിട്ടുള്ളത് ഈ ക്രിസ്മസിന്. ഇനി ആര്യ, എന്തൊരു രസമാണ് പാട്ട് കേൾക്കാൻ. അത് മാത്രമല്ല, നിങ്ങൾ രണ്ടുപേരും കൂടെ വരുമ്പോഴേ ആക്ച്വൽ മഹാസംഗമം ഇവിടെ ആയി. അതാണ് കാണാൻ പറ്റുന്നത്, കേൾക്കാനും പറ്റുന്നത്. മൊത്തത്തിലൊരു ഭയങ്കര ക്രിസ്മസ് വൈബ് എനിക്ക് കിട്ടി ഇവിടെ ഇരുന്നിട്ട് കേട്ടോ. ഭയങ്കര രസം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ക്രിസ്മസ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇതെന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. രണ്ടുപേരും എന്റെ ക്രിസ്മസ് ബ്യൂട്ടിഫുൾ ആക്കി ഈ പാട്ട് പാടിയിട്ട്. ഓക്കെ ഓക്കെ. അതിമനോഹരം. താങ്ക് യു താങ്ക് യു സർ. നിങ്ങൾ രണ്ടുപേരും പാടിയത് ഉഗ്രനായിട്ട്. താങ്ക് യു. എനിക്ക് പാട്ട് നിങ്ങൾ രണ്ടുപേരും വന്ന് നിൽക്കണം കണ്ടപ്പോൾ ഒത്തിരി ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം അവർക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു കൊച്ചിനും ഒരു അമ്മയ്ക്കും പാടാനുള്ള പാട്ട് കമ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് പാടാൻ പറ്റും അവരുടെ കംഫർട്ടബിൾ പിച്ചിൽ. ഇത് ഒരു ഓൾറെഡി ഹിറ്റായിട്ടുള്ളൊരു പാട്ട്, ഒരു സോളോ സോങ്. ശ്യാമിനെയാണ് ഞാൻ ശരിക്കും പറഞ്ഞ ടെൻഷനായത്. കാരണം ശ്യാമിൻ്റെ പിച്ചിൽ പാടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ആൾക്ക് പാടാൻ പറ്റൂല. നിസരിയുടെ പിച്ചിൽ പാടിക്കഴിഞ്ഞാൽ ശ്യാമിന് പാടാൻ പറ്റൂല. അപ്പം അങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു ഇതിൽ, നിങ്ങൾക്കറിയോ? പക്ഷെ അവർ രണ്ടുപേരും അത് നമ്മളെ അറിയിച്ചില്ല. എന്തൊരു മനോഹരമായിട്ടാണ് പാടിയത്. താങ്ക് യു സർ. അപ്പൊ സാംകുട്ടൻ, എന്താ സാർ? നിങ്ങൾ രണ്ടുപേരൊക്കെ ആൽബത്തിലൊക്കെ പാടി വന്നിട്ടുണ്ട്. ആൽബത്തിലല്ല, നിങ്ങളൊക്കെ സിനിമയിലും പാടും അതാ ഉറപ്പായിട്ടും. താങ്ക് യു. ഞാൻ 2026 ഉറപ്പിച്ച് പറയില്ല, 26 അല്ലെങ്കിൽ 27 അതിനുള്ളിൽ നിങ്ങൾ രണ്ടുപേരും പാടിയിരിക്കും. ദിസ് ഈസ് മൈ ഗിഫ്റ്റ്. ക്രിസ്മസിന് പറഞ്ഞതല്ലേ, അപ്പൊ എന്തായാലും നടക്കും. അപ്പൊ എന്തായാലും സാംകുട്ട, നിസരി, ക്രിസ്മസ് ആയിട്ട് നമുക്ക് നല്ല വിഷ് കിട്ടി, ഗിഫ്റ്റ് ആയിട്ട് അവരുടെ വാക്കുകൾ കിട്ടി. അപ്പൊ എന്താണ് പറയാനുള്ളത് ഇന്നത്തെ എപ്പിസോഡിൽ? നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ഇതിൽ കൂടുതൽ എന്താ വേണ്ടേ? എല്ലാ വിഷുവായി. പിന്നെ അതുപോലെ തന്നെ ഇത്രയും വലിയൊരു ഫ്ലോറിൽ ഞാൻ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട് ക്രിസ്മസ് പ്രോഗ്രാം ഒക്കെ നടക്കുന്നത്. അപ്പൊ പിന്നെ എനിക്ക് ഈ വർഷം ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിൽ ഒരു സെലിബ്രേഷൻ കിട്ടി. അതെ, ഒത്തിരി സന്തോഷം. സാമൂട്ടാ പറഞ്ഞോ. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം നിസരി ചേച്ചിയുടെ ഒപ്പം പാടാൻ പറ്റിയതിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ചേച്ചിയുടെ അടുത്ത് പാടുന്നത്. എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്ങനെയാവോ. ഇവിടുത്തെ ഏറ്റവും വലിയ ചേട്ടൻ സാംകുട്ടനാണ്. മനസ്സിലായില്ലേ ചേച്ചിമാരുടെ ഒപ്പം പാടാൻ പറ്റുമെന്ന്? അതെ. ഇനി അങ്ങനെ ഇഷ്ടം പോലെ പാടിക്കോ. ഓക്കെ, മേരി ക്രിസ്മസ്. മെറി ക്രിസ്മസ് രണ്ടുപേർ. ബൈ ബൈ. ബൈ. ചേട്ടാ, എന്തോ? മീനാക്ഷി ചേച്ചി നല്ല സുഖമുണ്ട്. എനിക്ക് അങ്ങനെ വിളിക്കാം വേറൊരാളെ മീനാക്ഷി ചേച്ചി. എനിക്കിത് കേട്ടോണ്ടിരിക്കാൻ വലിയ സുഖമില്ല കേട്ടോ. എനിക്ക് നല്ല സുഖമുണ്ട്. ആണോ? ഓക്കെ, എന്നാ വിളിച്ചോ. ഹായ് മീനാക്ഷി ചേച്ചി. നല്ല സുഖം. പിന്നെ 4 പേരുടെ അടുത്ത് എനിക്കൊരു സ്പെഷ്യൽ കാര്യം പറയാനുണ്ട്. ഇന്ന് ക്രിസ്മസ് ആണ്. നമ്മുടെ പ്രേക്ഷകർക്ക് ഫുൾ, നമുക്കും മൊത്തം സർപ്രൈസുകളാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ക്രിസ്മസ് പാപ്പ തുടങ്ങി ബാക്കി അങ്ങോട്ട് മൊത്തം സർപ്രൈസുകളിൽ കൂടിയാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരാൾ
നമ്മുടെ ക്രിസ്മസ് ദിവസം ഇന്ന് നമ്മുടെ കൂടെ വരാൻ പോവാണ്. സർപ്രൈസ് ആയിട്ട് ഈ വരവ് സ്പെഷ്യൽ ആയിരിക്കും. മുന്നേ ടോപ്പ് സിംഗറിലൊക്കെ വന്നിട്ടുള്ള ആളാണ്. പക്ഷെ ഈ വരവ് അതുപോലെയല്ല, ഒരു 1.5 വരവാണ്. കാരണം ഒരു സ്റ്റേറ്റ് അവാർഡ് വിന്നർ ആണ് വരാൻ പോകുന്നത്. മികച്ച ഗായികയ്ക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ നമ്മുടെ സ്വന്തം പറയേ സെബ ടോമി. ഹാർട്ടി കൺഗ്രാജുലേഷൻ. താങ്ക് യു സോ മച്ച്. കൺഗ്രാറ്റ് സേബ. താങ്ക് യു. അത് കഴിഞ്ഞിട്ട് കണ്ടിട്ടില്ലല്ലോ. ഇല്ല. Congratulations. സർ താങ്ക് യു. നമ്മളിവിടെ നേരത്തെ പറഞ്ഞു ഇപ്പൊ സ്റ്റേറ്റ് അവാർഡ് ഒക്കെ കിട്ടിയിട്ട് ആദ്യത്തെ ക്രിസ്മസ് ആണ് സെബയുടെ. അപ്പൊ സെബേനെ ഒന്ന് ആദരിക്കാമെന്ന് ഒരു ചെറിയ ആദരവ് നമ്മുടെ ഫ്ലവേഴ്സിന്റെ ഭാഗത്ത് നിന്ന് സെബയ്ക്ക് നൽകുവാണ്. അതെ. അപ്പോ സെബയ്ക്ക് ആദരവ് നൽകാനായി ടോപ്പ് സിംഗറിൽ നിന്ന് മധുചേട്ടനെയും മ്യൂസിക്കൽ വൈഫിൽ നിന്ന് രഞ്ജിനി ചേച്ചിയെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോ മധുചേട്ടൻ എത്തി, രഞ്ജിനി ചേച്ചി എത്തി. പക്ഷെ ഒരു പൂർണ്ണത വരാത്ത പോലെ അല്ലേ? ഇൻകംപ്ലീറ്റ് ആയി നിൽക്കുന്നു. അതെ, നമ്മൾ ഒരു ആദരവ് കൊടുക്കുമ്പോ എനിക്ക് തോന്നുന്നു ഔസേപ്പച്ചൻ സാറിന്റെ സാന്നിധ്യം ഇവിടെ അനിവാര്യമാണ്. ഒപ്പം ആര്യയും. രണ്ടുപേരും പ്ലീസ് ജോയിൻ. അങ്ങനെ നമ്മുടെ ടോപ്പ് സിംഗർ മ്യൂസിക്കൽ വൈഫിന്റെ ഈ മഹാസംഗമത്തിന്റെ ഈ വേദിയിൽ നമ്മുടെ ഈ ക്രിസ്മസ് രാവിൽ സ്റ്റേറ്റ് അവാർഡ് വിന്നറായ സേബയ്ക്ക് അവാർഡ് നൽകാൻ വേണ്ടി 4 ജഡ്ജസിനോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. നല്ലൊരു കൈയടി കൊടുക്കാം. വളരെയധികം സന്തോഷമുണ്ട്. ഈ 4 പേരും ഞാൻ ചെറുപ്പം തൊട്ടേ കേട്ട് പാട്ടുകളായാലും എല്ലാം കേട്ട് വളർന്ന ആൾക്കാരാണ്, ആര്യ ഒഴിച്ച്. ഞങ്ങൾ സെയിം ഏജ്. ബട്ട് സോ ഇവരുടെ കയ്യിൽ നിന്ന് തന്നെ ഈ ഒരു ഓണർ കിട്ടാന്ന് വെച്ചാൽ ഇറ്റ്സ് സംതിങ് എൽസ്. സോ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. ആൻഡ് എസ്പെഷ്യലി ടോപ്പ് സിംഗർ മ്യൂസിക്കൽ വൈഫിന്റെ ഈ ഒരു വേദിയിൽ വരാൻ എന്നെ ഇൻവൈറ്റ് ചെയ്തതിനും താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്ക് വേണ്ടി ഒരു 2 വരി. ഒരു മിനിറ്റ് ഡെയിന്. ഔസേപ്പച്ചൻ സർ, രഞ്ജിനി ചേച്ചി, പ്രത്യേകിച്ച് നിങ്ങൾ രണ്ടുപേരും ശ്രദ്ധിച്ചിട്ടുണ്ടാവോ, ഡെയിൻ ഇന്ന് സേബേനെ വിളിക്കുമ്പം ഒരു വാക്ക് തെറ്റിച്ച് പറഞ്ഞിട്ടില്ല. അതിനൊരു കാരണമുണ്ട്. ഞാൻ ഇവിടെ നിന്ന് കഷ്ടപ്പെടുന്ന സമയത്ത് എന്നെ പൊടി എന്ന് പറഞ്ഞിട്ട് വല്ല വഴിക്കും പോകുന്നവനാ. ഇന്ന് സെബ വന്നു, അയ്യോ ഞാൻ മൊമെന്റോ പിടിക്കണോ, മൈക്കും കൂടെ ഞാൻ പിടിച്ചു തരട്ടെ എന്നൊക്കെ ചോദിച്ചു. ഞാനൊന്നില്ല ഔസേപ്പച്ചൻ സാറിനോട് ചേർന്ന് നിൽക്കാന്ന് വിചാരിച്ചു. വീട്ടിൽ നിന്ന് ആരൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ? എന്റെ അമ്മയുണ്ട്, എന്റെ അച്ഛന്റെ സിസ്റ്റർ ഉണ്ട്, എന്റെ ആണ്ടും അവിടെ ഇരിപ്പുണ്ട്. അവര് ആന്റി ഒക്കെ വന്നിട്ടുണ്ട്. അമ്മായി. അല്ല, ആങ്ങളെ ഉണ്ടോന്ന് ചോദിക്കൂ. വീട്ടിലാരൊക്കെ ഉണ്ട്? എനിക്കൊരു ചേച്ചിയുണ്ട്. ആങ്ങളെ ഉണ്ടോ? ബ്രദർ ആയതാണ് ബ്രദർ. ഇത്രയും ദിവസം പറഞ്ഞ ജോക്കിൽ ഏറ്റവും നല്ല ജോക്ക്. സേബയുടെ ബ്രദർ ഡെയിൻ. എല്ലാരും കേട്ടല്ലോ. സന്തോഷമായില്ലേ നിനക്ക്? അത് തിരിച്ചു കൊടുത്തോളൂ. കണ്ട ബ്രദർ തിരിച്ചു കൊടുത്തു. ഇനി ഇങ്ങോട്ട് പോരാലോ. അപ്പൊ സെബ, നമ്മൾ അവിടെ ഒരു സ്പെഷ്യൽ സീറ്റ് സെബയ്ക്ക് വേണ്ടിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സെബ അല്ലേ? ഓക്കെ, പ്രൊണൗൺസ് ചെയ്യുമ്പോൾ തെറ്റുണ്ടെങ്കിൽ പറയണം കേട്ടോ. എല്ലാവർക്കും നെഞ്ചത്ത് കയറണമെങ്കിൽ ഈ ഒരു പാവേ ഉള്ളൂ. അതുകൊണ്ടാ കേട്ടോ. സെബ കണ്ട് പേടിക്കണ്ട. നമുക്ക് ഒരു പെർഫോമൻസ് ഇവിടെ കാണാം. രണ്ടുപേര് നമ്മുടെ മ്യൂസിക്കൽ വൈഫിൽ നിന്നും അർച്ചന. അത് മാത്രല്ല, ഇങ്ങനത്തെ പ്രോഗ്രാംസിലെല്ലാം പങ്കെടുക്കാൻ വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ടോപ്പ് സിംഗറിന് റിയാൻ കുട്ടനാണ് എത്തുന്നത്. വെൽക്കം അർച്ചന ആൻഡ് റിയാൻ. മഞ്ഞായി പെയ്ത നിന്നെ കാറ്റാൽ തൊടുന്ന നേരം എങ്ങോ മെയ്യും പാട്ടായി പറന്നു
എങ്ങോട്ടാ? എന്തോ സാർ അത് ഡെയിൻ ചേട്ടൻ ഡെയിൻ ചേട്ടൻ അത് ഡെയിൻ ചേട്ടൻ കുഴപ്പമില്ല. എന്തോ ചേട്ടാ. അത് മതി. അപ്പൊ ഏത് പാട്ടാ ഞങ്ങൾക്ക് വേണ്ടി പാടാൻ വന്നിരിക്കുന്നേ? ദൈവസ്നേഹം വർണ്ണിച്ചിടാം. അർച്ചന ചേച്ചിയുടെ കൂടെ ഉള്ള പ്രാക്ടീസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നോ? അർച്ചന ചേച്ചി ഓ, അത് പറയാതിരിക്കാന്നുള്ളതാണല്ലോ. എങ്ങനെയുണ്ടായിരുന്നു? നല്ല ചേച്ചിയാണോ? നല്ല ചേച്ചിയാണ്. ഇഷ്ടപ്പെട്ട റിയാൻകുട്ടനെ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് ഇവിടെ നിർത്തിയാലോ ടോപ്പ് സിംഗറില്? അത് വേണ്ട. വേണ്ട, ഒരു കോമ്പറ്റീഷൻ ആവുന്നു. അർച്ചന ചേച്ചിയുടെ ഇഷ്ടം പോലെ. ഇഷ്ടം പോലെ. അർച്ചന, എങ്ങനെയുണ്ടായിരുന്നു റിയാൻകുട്ടന്റെ കൂടെയുള്ള പ്രാക്ടീസ് ഒക്കെ? അടിപൊളിയായിരുന്നു. സത്യത്തിൽ ഇവരുടെ കൂടെ പാടുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. സത്യത്തിൽ പാടിയപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. ഇവരുടെയൊക്കെ ഒപ്പം ഈ ഒരു ക്രിസ്മസ് ശരിക്കും നമുക്ക് ആഘോഷിക്കാൻ പറ്റിയത് ഭയങ്കര ഭാഗ്യമായിട്ട് കരുതുക. അപ്പൊ എന്തായാലും അടിച്ചു പൊളിക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് പെർഫോമൻസിലോട്ട് കിടക്കാം. രണ്ടുപേർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. താങ്ക് യു ചേച്ചി. താങ്ക് യു ചേട്ടാ. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. സ്വപ്നങ്ങൾ പോലിഞ്ഞാലും ദുഃഖത്താൽ വലഞ്ഞാലും മിത്രങ്ങൾ അകന്നാലും ശത്രുക്കൾ നിരന്നാലും രക്ഷാകവചം നീ മാറാതിന്നാളും അങ്ങിൻ മുൻപേ പോയാ ഭയമെവിടെ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ,
ജീവിതം പോരാ കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. മക്കളെ ഇതിനെ കുറിച്ച് 2 വാക്ക് പറയാൻ എനിക്ക് നിൽക്കാതെ പറ്റില്ല. എന്തൊരു സുഖമായിരുന്നറിയോ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് പാടിയത്. മൈൻഡ് ബ്ലോയിങ് എന്നുള്ള വാക്കൊന്നും ഇവിടെ ഉപയോഗിക്കാൻ പാടില്ല. അത്ര സുഖമായിരുന്നു അത് കേട്ടോ. ഐ ബിക്കേം വെരി ഇമോഷണൽ. ഈ പാട്ട് അങ്ങനത്തെയാണ് കേട്ടോ. നമ്മൾ ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലാൻ വാക്കുകൾ പോരാ എന്നൊക്കെ പറയുന്നത് ശരിക്കും നിങ്ങളിങ്ങനെ പാടിയത് കൊണ്ടാണ് എനിക്കത് പറയാൻ തോന്നുന്നത്. അത്രയും നന്നായിട്ട് പാടിയതുകൊണ്ട് നമുക്ക് ദൈവസ്നേഹമാണ്, നന്ദിയാണ് അതിനോട്. നിങ്ങളിങ്ങനെ പാടിയത് കൊണ്ട് എക്സലന്റ്. ഒന്നും ഇതിനെ കുറിച്ച് പറയാനില്ല. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. എന്റെ ജീവിതത്തിൽ ഇതുവരെ കിട്ടിയ ഗിഫ്റ്റുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് കിട്ടുമ്പോൾ നമുക്ക് ആ ഗിഫ്റ്റിന്റെ വാല്യൂ അല്ല, അത് എന്തുമാത്രം നമുക്ക് സന്തോഷവും ഒരു സ്നേഹവും ഒക്കെ നമുക്കുള്ളിൽ തോന്നുന്നുണ്ടല്ലോ. ഭക്തി എല്ലാം ഉണ്ട് ഇന്നത്തെ ദിവസം. നമുക്ക് എല്ലാവർക്കും അഭിപ്രായം തന്നെയല്ലേ ആര്യ അല്ലേ? അയ്യോ, നിങ്ങൾ പിന്നെ റിയാന്റെ പാട്ട് കേട്ടേക്കണോണ്ട് നിങ്ങക്ക് അറിയാം. പക്ഷെ റിയാന്റെ പാട്ട് ആദ്യമായിട്ട് ഞങ്ങളുടെ അർച്ചനയുടെ പാട്ട് അടിപൊളിയായിരുന്നു. അയ്യോ, അർച്ചനയുടെ സൗണ്ട് ഭയങ്കര ഡിഫറെന്റ് അല്ലേ? റിയാനും അർച്ചനയും ഒരു ഡിഫറെന്റ് കോമ്പിനേഷൻ, ഭയങ്കര രസം. കുട്ടികൾ പാടുന്നു എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു ഭംഗി. അത് പറയാണ്ടിരിക്കാൻ പറ്റൂല. അവര് ദൈവത്തിന്റെ പ്രതിരൂപങ്ങളാണെന്നാണ് പറയുന്നത്. പക്ഷെ അവിടെ അങ്ങനെ ഒരു പ്ലസ് പോയിന്റ്, കുട്ടികൾ പാടുമ്പോൾ നമ്മൾ കൂടുതൽ അട്രാക്റ്റഡ് ആവും. പക്ഷെ അതിന് ഒട്ടും അതിൽ തളരാതെ ഭയങ്കര രസമായിരുന്നു ഒച്ച ഈ പാട്ടില്. നല്ല ഫീലില് പാടി രണ്ടുപേരും. താങ്ക് യു സോ മച്ച് ഫോർ ബ്യൂട്ടിഫുൾ. അതാണ് ഈ മഹാസംഗമം. ഗംഭീരമാവട്ടെ. സാറിന്റെ ഉണ്ണികളെ ഒരു കഥ പറയാന്ന് പറയുന്ന പാട്ട് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പാടി. ടെലികാസ്റ്റിംഗ് ഉണ്ട്. ഞാൻ കണ്ടോളാട്ടാ, ഞാൻ ഇത് യൂട്യൂബിൽ എടുത്ത് കണ്ടോളാം. ഓക്കെ സാർ. അത് പാടിയിട്ട് നിനക്ക് നല്ല മാർക്ക് കിട്ടിയ ഇപ്പൊ മനസ്സിലായില്ലേ അവസരപ്പെട്ട സർ? ഇവര് ഞാൻ കണ്ടെടുത്തോളം ഇവര് 100-ല് 100 കൊടുക്കേണ്ടത് നമ്മളാണ്. നമ്മളിവിടെ മുട്ടായി മഴയുടെ പിള്ളേർക്കാണെങ്കിലും കൂടുതൽ മഴയൊന്നും കൊടുക്കാൻ പറ്റില്ല, അവർക്ക് ഷുഗർ വരുമ്പോ. മുതിർന്നവരല്ലേ? എനിക്കിപ്പോ ഷുഗർ തുടങ്ങിയോ എന്നൊരു സംശയം. നമ്മള് 3 പേരും ഈ സീസൺ കഴിയുമ്പോഴത്തേക്ക് ഗുണ്ടുമണികളാവുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രൊഡ്യൂസേഴ്സ് പ്ലീസ് നോട്ട്, ഇവര് കഴിക്കുന്നതിന്റെ ബാക്കി ചോക്ലേറ്റ്സ് ഉണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് മ്യൂസിക്കൽ വൈഫ് വരുമ്പോ ഈ മിഠായി മഴയൊക്കെ പെയ്ക്കുന്ന ഒരാളുണ്ട് ഇവിടെ, കുട്ടച്ചൻ. മോളിൽ നിന്നിരുന്നാണ് മ്യൂസിക്കൽ വൈഫിലും കൂടി ഇനി മിഠായി മഴ വീഴ്ച ആ കുട്ടച്ചൻ അവിടെ തന്നെ വീട് വെച്ച് താമസിക്കും. അപ്പൊ എന്തായാലും ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. നമ്മൾ മിഠായി മഴ ടോപ്പ് സിംഗറിൽ പെയ്ക്കുന്ന പോലെ നമുക്ക് മ്യൂസിക്കൽ വൈഫിലും എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ അടുത്ത എപ്പിസോഡ് തൊട്ട് വരുത്താം കേട്ടോ. അപ്പൊ എന്തായാലും അടുത്ത പെർഫോമൻസിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു. താങ്ക് യു. സമാധാന പാലകന മുന്നി പുൽക്കൂട്ടിൽ പുഞ്ചിരിച്ചു. നല്ല രസം. ഇടയ്ക്ക് വന്നൂടായിരുന്നോ?
അപ്പൂപ്പ സുഖാണോ? വിഷമിച്ചപ്പൂപ്പൻ. അപ്പൂപ്പന് സ്വന്തമായിട്ട് മൈക്കൊക്കെ ആയി. നിങ്ങളൊക്കെ കൊണ്ട് പിടിച്ചു നിക്കണ്ടേ? അപ്പൂപ്പ, അപ്പോ അപ്പൂപ്പൻ എന്തെങ്കിലും ഞങ്ങൾക്കായിട്ട് സർപ്രൈസുകളോ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? സമ്മാനങ്ങളൊക്കെ തരാനായിട്ട് അതുകൊണ്ട് അതിന് ഇനിയും കുറച്ച് കടമ്പകളുണ്ടോ? അതെ. അതെന്തൊക്കെയാ കടമ്പകള്? ഇത്ര നേരം നിങ്ങൾ ഇപ്പൊ പാട്ടും ഡാൻസും ഒക്കെ ഇട്ട് അടിച്ചു വിളിക്കുമായിരുന്നു അല്ലേ? പക്ഷെ നമുക്ക് ഒന്നും കൂടി ഒരു ഉന്മേഷം കയറ്റാനായിട്ട് നമ്മുടെ ഗെയിം ഷോയിലേക്ക് അങ്ങോട്ട് കടന്നാലോ? എക്സാക്ട്ലി. ഒരു ചെറിയ ഗെയിമിലോട്ട് കിടക്കാം അല്ലേ? ഓക്കെ, നമുക്ക് ഈ ഗെയിംസ് സെഗ്മെന്റിലേക്ക് നമുക്ക് 2 ടീം വേണം. ടീം വേണം, 2 ടീം വേണം. അപ്പൊ എന്നാ 2 ടീം ഉണ്ടല്ലോ. ഒന്ന് മ്യൂസിക്കൽ വൈഫ്. നമ്മുടെ കുട്ടികളാണെങ്കിൽ പിന്നെ നമുക്ക് ഉഷാറല്ലേ? അപ്പോ മ്യൂസിക്കൽ വൈഫിൽ നിന്ന് ഒരു 5 പേര് വന്നേ. ഒപ്പം ടോപ്പ് സിംഗറിൽ നിന്നും ഒരു 5 പേര് വന്നേ. അപ്പോ മ്യൂസിക്കൽ വൈഫിന് 5 പേരെത്തി, ടോപ്പ് സിംഗറിൽ 5 പേരെത്തി. അപ്പൊ ടോപ്പ് സിംഗറിന്റെ ടീമിനെ നയിക്കാൻ മീനുട്ടി ഏൽപ്പിക്കാം അല്ലേ? അപ്പൊ മ്യൂസിക്കൽ വൈഫിന്റെ ടീമിനെ നയിക്കാൻ മീനാക്ഷി ചേച്ചി. അല്ല, ഞാൻ 2 ഞാനുണ്ട്. അപ്പൊ ഗെയിം എന്താണെന്നുള്ളത് നമ്മുടെ പ്രേക്ഷകർക്കും ജഡ്ജസിനും ഒക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും. അപ്പൊ എന്താണ് ഗെയിം? നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് ഒരു ഉഷാറാവാൻ വേണ്ടി നമുക്ക് പാട്ടിൽ തന്നെ പിടിക്കാം. പാട്ടുമായി ബന്ധപ്പെട്ട ഒരു ഗെയിമാണ് നമ്മൾ നടത്താൻ പോകുന്നത്. അതെ, നമ്മളിവിടെ സ്ക്രീനിൽ നമ്മൾ വിഷ്വൽ കാണിക്കും. അത് ഏത് പാട്ടാണെന്ന് 5 സെക്കൻഡിനുള്ളിൽ ആരാണോ കൈവെക്കുന്നത് ആദ്യം ആര് പറയുന്നോ അവർ വിജയിക്കുന്നു. ഗുഡ് ഐഡിയ. അപ്പൊ 2 ടീമിന് വേണ്ടി നമ്മൾ ഒരു ഫോട്ടോയായും കാണിക്കുക. അപ്പൊ ആരാണോ ആദ്യം കണ്ടുപിടിക്കുന്നത് അവര് പറയണം. ഓക്കെ, അപ്പൊ നമ്മൾ ഗെയിമിന്റെ ആദ്യ ഘട്ടത്തിലോട്ട് കിടക്കുകയാണ്. അപ്പൊ 2 ടീമിന് വേണ്ടിയായിട്ടുള്ള ആദ്യത്തെ ഫോട്ടോ പ്ലീസ്. കുട്ടികൾക്കൊരു പരിഗണന. തുമ്പിക്കല്യാണത്തിന് വന്നെത്തിയ തുമ്പികളിൽ. തുമ്പിക്കല്യാണത്തിന് വന്നെത്തിയ തുമ്പികളിൽ. നമ്മുടെ ടോപ്പ് സിംഗറിന് ഒരു പോയിന്റ് കിട്ടി. ചേട്ടൻ തന്നെയല്ലേ കുട്ടികൾക്ക് ആദ്യം അവസരം നമുക്ക് പോയിന്റ് അതാണ് നമ്മുടെ ടീമിന്റെ സ്ട്രെങ്ത് അല്ലേ? അതാണ് നമ്മുടെ സ്ട്രെങ്ത്. അല്ല, നമ്മളെപ്പോഴും വിട്ടുകൊടുത്തിട്ടുള്ള ഒരു പരിചയം. എനിക്ക് കുറച്ച് സ്പിരിറ്റ് കൂടുതൽ. പിടിക്കാം. അടുത്തേന് വിട്ടുകൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് അടുത്ത ഫോട്ടോയിലോട്ട് കടന്നാലോ? ടോപ്പ് സിംഗർ റെഡി? മ്യൂസിക്കൽ വൈഫ് റെഡി? ഫോട്ടോ പ്ലീസ്. എനിക്കറിയാം. ആദ്യം കൈപൊക്കിയ മീനുട്ടി. പാട്ടിലൂഞ്ഞാലാടും കുറുമ്പിന്റെ ജാലം കാട്ടും കുളിർമഞ്ഞു കൂടാരത്തിൽ കുറുക്കുത്തി മൈനേ വാവാ. ഓക്കെ, സമ്മതിച്ചു. വാശിയേറിയ പോരാട്ടത്തിൽ ആദ്യ 2 റൗണ്ടുകൾ അവസാനിപ്പിക്കുമ്പോൾ ഓരോ പോയിന്റുകൾ വീതം ടോപ്പ് സിംഗറും മ്യൂസിക്കൽ വൈഫും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ്. അപ്പോ അടുത്ത ഫോട്ടോ ഇടാൻ കാണാൻ റെഡിയാണോ നിങ്ങൾ? റെഡി? ഫോട്ടോ പ്ലീസ്. കൈപൊക്കിയത് പാട്ടാ. അതെ, ഞങ്ങറിയാം. ഉണ്ണികളെ ഒരു കഥ പറയാം, കഥ പറയാം. പുൽമേട്ടിലോ പൂങ്കാട്ടിലോ, പുൽമേട്ടിലോ പൂങ്കാട്ടിലോ വന്നു പിറന്നു പണ്ടിളം മുളം കൂട്ടിൽ. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. അപ്പൊ മ്യൂസിക്കൽ വൈഫിന് 2 പോയിന്റുകൾ. ടോപ്പ് സിംഗർ അവര് മുമ്പിൽ കയറി നാണമില്ലല്ലോ കൊച്ചു പിള്ളേരോട് അടികൂടാൻ. അപ്പൊ ഒട്ടും സമയം കളയാതെ നമുക്ക് അടുത്ത ഫോട്ടോയിലോട്ട് കിടക്കാം. ഫോട്ടോ പ്ലീസ്.
മനസ്സിലായി പെണ്ണെ പെണ്ണെ നിൻ കല്യാണമായി പറഞ്ഞോ പെണ്ണെ നിൻ കല്യാണമായി പൊന്നും മിന്നും നിൻ കണ്ണാരമായി മണിമാരനാരുമയിലേ മണവാട്ടിയായ വെയിലേ മണിനൂല് കൊണ്ട് താലി മിഴിയിൽ പിടഞ്ഞ പീലി. ഓക്കെ, അപ്പോ 2 points ഈച്ച് ആണ്. ഓക്കെ, അപ്പൊ അടുത്ത ഫോട്ടോയിലോട്ട് കിടക്കാം. അത് ഫൈനലാണ്. ഈ ഫോട്ടോയിൽ അയ്യോ ആദ്യം കണ്ടുപിടിക്കുന്ന ടീമായിരിക്കും വിജയിക്കുന്നത്. ടോപ്പ് സിംഗറും മ്യൂസിക്കൽ വൈഫും തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഫോട്ടോ പ്ലീസ്. കൈപൊക്കി പാടിക്കോ. കുട്ടനാടൻ കയ്യിലെ കെട്ടുവള്ളം തുഴയുമ്പോ പാട്ടൊന്ന് പാടടി കക്കറുമ്പേ. പ്രതിയാടിയോ ഇല്ല, അവനങ്ങനെ ആര് ജയിക്കുന്നു അങ്ങോട്ടേക്ക് അവൻ ചാടും. മീനൂട്ടി എന്ത് മനുഷ്യൻ, അടുത്ത ഷോയിന് ഇതേ അവനെ കൊണ്ട് പൊക്കോ. അതെ, ഞങ്ങള് അത് പക്ഷെ ഭയങ്കര അനീതി കേട്ടോ. നമ്മൾ ആദ്യം കൈപൊക്കിയിട്ട് പിള്ളേർക്ക് കൺസിഡറേഷൻ കൊടുത്തു. അത് ആര് കൊടുത്തു? മധുച്ചേട്ടൻ കൊടുത്തു. നമുക്ക് എങ്ങനെ ഇവൻ ആദ്യം കൈവക്കി, പക്ഷെ ചേച്ചി പാടിയതുകൊണ്ട് ഞങ്ങൾ വിട്ടു തന്നില്ല. എന്നിട്ട് എണീറ്റ് ചാടിയത് മധുചേട്ടാ, ഇപ്പൊ എന്തായാലും കുട്ടനാടൻ കായലാണ്. ഒരു 4 പേര് കേൾക്കണം നമ്മുടെ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. പക്ഷെ ഇപ്പൊ വേണ്ട. എന്തായാലും ഈ ഗെയിം നിങ്ങൾക്ക് 4 പേർക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഒരു ഫോട്ടോ നിങ്ങൾക്കായി കാണിച്ചെന്ന് നിങ്ങളൊന്ന് ഗസ് ചെയ്ത് പാട്ട് പാടാൻ പറ്റുമോ? ബുദ്ധിമുട്ട്. അപ്പോ പാട്ടിന്റെ കൂട്ടുകാരായ നമ്മുടെ 4 ജഡ്ജസിന് വേണ്ടി രാജാവും ഒരു രാജമല്ലി വിടരുന്ന പോലെ അല്ലേ? അത് തന്നെ ഒരു രാജമല്ലി അല്ലേ? അപ്പൊ എന്തായാലും ടോപ്പ് സിംഗർ തന്നെയാണ് ഒരു പടി മുന്നിൽ നിൽക്കുന്നത്. ചാടാൻ തോന്നുന്നുണ്ടോ? ഞാൻ എവിടെ ഉണ്ടല്ലോ ചേട്ടാ. നമ്മൾ നേരത്തെ പറഞ്ഞ ആ വാക്ക് മത്സേട്ടാ, ആ 4 വരി കുട്ടനാടൻ കായൽ. ഓക്കെ പാണ്ഡന്നായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. പണ്ടിവനൊരു കടിയാലൊരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേ. പണ്ടിവനൊരു കടിയാലൊരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേ. കുട്ടനാടൻ കായലിലെ കെട്ടുവള്ളം തുഴയുമ്പോ പാട്ടൊന്നു പാടടി കക്കറുമ്പി. അന്തിക്കൂടം കമിഴ്ത്തി ഞാൻ ഇളങ്കള്ളു കുടിക്കുമ്പോ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. പുള്ളിക്കുയിലേ കുഞ്ചക്കിനി വെള്ളം തേവണം. കള്ളിക്കുയിലേ കഞ്ചത്തിന് മീനും പിടിക്കണം. വേമ്പനാട്ടുകായൽ തിരകൾ വിരിക്കുന്നു തകതിമിതി മൃദൈ. അമ്പിളി ചുണ്ടൻ വെള്ളം കുടിക്കുന്നു തകതിമിതി മൃദൈ. കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പോ പാട്ടൊന്നു പാടടി കക്കറുമ്പി. അന്തിക്കൂടം കമിഴ്ത്തി ഞാൻ ഇളങ്കള്ളു കുടിക്കുമ്പോ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. കാലക്കി. അപ്പൊ എന്തായാലും ഗെയിം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. ഇഷ്ടപ്പെട്ടു. അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു ചെറിയ ഗെയിമിൽ വിജയിച്ചിട്ടുള്ളത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ടോപ്പ് സിംഗർ. അപ്പൊ നമ്മുടെ ടോപ്പ് സിംഗേഴ്സിലെ കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിട്ട് ഗിഫ്റ്റ് കൊടുക്കാൻ പപ്പാനി റെഡിയാണോ? ഹാപ്പി ആയല്ലോ. ഹാപ്പി. അപ്പൊ നമ്മുടെ പ്രേക്ഷകരോട് എല്ലാവരോടും മേരി ക്രിസ്മസ് എന്ന് പറഞ്ഞേ. ക്രിസ്മസ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ.